ക്യാരറ്റും ദോശമാവും ഉണ്ട്. എന്നാൽ പിന്നൊരു എഗ് ഊത്തപ്പം ഉണ്ടാക്കിയാലോ? ഇതിനായിട്ട് ചൂടായ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ നല്ലപോലെ സ്പ്രെഡായ ശേഷം അതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടതൊരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിനു മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് സവാളയും ക്യാരറ്റും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ കട്ട് ചെയ്ത് വെച്ച സവാളയും ക്യാരറ്റും ടൊമാറ്റോയും കുറച്ച് പച്ചമുളകും മല്ലിയിലയും കൂടി ഈ ദോശയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ എഗ്ഗും പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഈ പൊട്ടിച്ചൊഴിച്ച മുട്ട ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത മുട്ടയിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുരിഞ്ഞ് വരുന്ന ദോശയിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും വെന്ത് മുരിഞ്ഞ് വന്ന ശേഷം പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഊത്തപ്പം ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.